ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് ഓരോ മലയാളികളും. അതിനിടയിൽ ഇപ്പോഴിതാ നിരവധി പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. എന്നാൽ ഏഷ്യനെറ്റ് ഇതുവരെയായിട്ടും ആരൊക്കെയാണ് യഥാർത്ഥ മത്സരാർത്ഥികൾ എന്നുള്ള ലിസ്റ്റ് പുറത്തുവിട്ടിട്ടേയില്ല. എങ്കിലും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നാമതായി തന്നെ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയും ഇൻഫ്ലുവൻസറും ഒക്കെയായ ഗായത്രി സുരേഷിന്റേതാണ്. രണ്ടാമതായി ഹാസ്യ കലാകാരനും നടനുമായ അസീസ് നെടുമങ്ങാടിന്റേതാണ്. മറ്റൊന്ന് ഉപ്പുമുളകും പരമ്പരയിലെ ലച്ചുവായി എത്തിയ ജൂഹിയുടെ പേരാണ്. പിന്നീട് വരാൻ സാധ്യതയുള്ള പേര് മുൻനിര നായികമാരിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അനന്യ. അനന്യയെയും പ്രതീക്ഷിക്കാം. റോബിൻ രാധാകൃഷ്ണന്റെ ഭാര്യയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിസിനസ് വുമണുമായ ആരതിപ്പൊടിയും ബിഗ് ബോസ് മലയാളം ഈ സീസൺ 8 ചിലപ്പോൾ ഉണ്ടായേക്കാം. മലയാള സീരിയൽ രംഗത്ത് നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള എന്നാൽ പരസ്പരം പരമ്പരയിലൂടെ നായകനായി എത്തിയ വിവേക് ഗോപൻ. വിവേക് ചിലപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉണ്ടായേക്കാം. അടുത്തതായിട്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള തൊപ്പിയുടെ പേരാണ്. തൊപ്പി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. തൊപ്പിയെയും ബിഗ് ബോസിലേക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് സോഷ്യൽ മീഡിയയിൽ റോസ്റ്റിംഗ് വീഡിയോയിലൂടെ വൈറലായ അർജുൻ സുന്ദരേശൻ, റാം കെയർ ഓഫ് ആനന്ദി ഉൾപ്പെടെയുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയ അഖിൽ പി ധർമ്മജ് എന്ന് പറയുന്ന പ്രമുഖ വൈറൽ താരവും ഇത്തവണ ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് ഉണ്ടായേക്കാം. വായ 2 സിനിമയിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ സാബിർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും നടനും ഇത്തവണ ചിലപ്പോൾ ഉണ്ടായേക്കാം. മറ്റൊന്ന് അമല ഷാജിയുടേതാണ്. കഴിഞ്ഞ 2 സീസണുകളിലും അമലയുണ്ടാകുമെന്നുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപാട് ആരാധകരാണ് അമല ഷാജി എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനുള്ളത്. പ്രമുഖ നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നർത്തകിയും ഒക്കെ ആയിട്ടുള്ള ഷീലു എബ്രഹാമും ഇത്തവണ ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് ഉണ്ടായേക്കാം. മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടിയായ കൃഷ്ണപ്രഭയും ഇത്തവണ ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് ഉണ്ടായേക്കാം. മറ്റൊന്ന് നടിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും ആങ്കറും ഒക്കെയായ മീനാക്ഷിയുടെ പേരാണ്. മീനാക്ഷിയും ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് ഉണ്ടായേക്കാം. മീനാക്ഷി രവീന്ദ്രൻ എന്നാണ് താരത്തിന്റെ മുഴുവൻ പേര്. സംഗീത രംഗത്ത് നിന്നും ഇപ്പോഴും ബിഗ് ബോസിലേക്ക് ആരെങ്കിലും ഒക്കെ വരാറുണ്ട്. ഇത്തവണ സംഗീത ലോകത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പ്രമുഖ സംഗീത സംവിധായകനും ഗായകനും ഒക്കെ ആയിട്ടുള്ള അഫ്സലിന്റെ പേരാണ്. ഏറ്റവും അവസാനമായി 2 പ്രമുഖ സെലിബ്രിറ്റികളായിട്ടുള്ള അലിൻ ജോസ് പെരേരയുടെയും മറ്റൊന്ന് ആറാട്ടണ്ണന്റെയും പേരുകളാണ്. മറ്റാരെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.